ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് ഞായറാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ. ഞായറാഴ്ച വീഡിയോ എടുത്തു, പക്ഷേ അപ്ലോഡ് ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതേ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ശനിയാഴ്ച ഞാൻ വൈകുന്നേരം എപ്പോഴേക്കും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ കുഞ്ഞിനെയും കൂടി കൂട്ടിയിട്ടോ വീട്ടിൽ ചെന്നിട്ട് അഖിലിൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്കും എൻ്റെ വീട്ടിലെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഒരു 10-15 ദിവസത്തോളമായി ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട്. അപ്പോൾ അതേ അടുക്കളയിലെ പാത്രങ്ങളും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും മുറികളും എല്ലാം ആകെ മെനകേടായിട്ട് കിടക്കുവാണ് കേട്ടോ. ഞങ്ങൾ പെട്ടെന്നാണ് പോയത്, 14-ാം തീയതി പോയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അന്ന് രാത്രിത്തേക്കുള്ള ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചീത്തയായി ആകെ നാശമായി കിടക്കണേ. അതുപോലെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ മൊത്തം പൊടിയും പൂപ്പിലൊക്കെ പിടിച്ച് മൊത്തം അലങ്കോലമായിട്ട് കിടക്കും കേട്ടോ. ആദ്യം തന്നെ അപ്പോൾ ഞാൻ ശനിയാഴ്ച വൈകുന്നേരമല്ല, രാത്രി ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ നിന്നില്ല, രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ക്ലീനിങ് പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുഞ്ഞ് നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാനൊരു 5 മണി ആയപ്പോഴേക്കും എഴുന്നേറ്റ് ആദ്യം തന്നെ ഇതേ അടുക്കളയിൽ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട്. കുറേ ദിവസമായിട്ട് വാതിലൊക്കെ അടച്ചിട്ടേക്കണം, അതിൻ്റെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അതുപോലെ പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ക്ലോറിൻ ഒഴിച്ചിട്ട് തുടച്ച് എടുക്കുവാണ്. എല്ലായിടത്തും ഒന്ന് തുടച്ചതിന് ശേഷം വീണ്ടും നനഞ്ഞ ടവൽ വെച്ചിട്ട് തുടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ക്ലോറിൻ ഒഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടുമല്ലോ. അങ്ങനെ എല്ലാം ഒന്ന് തുടച്ച് റെഡിയാക്കിയതിന് ശേഷം അടുക്കള ഒന്ന് അടിച്ച് തുടക്കണം. എല്ലാ റൂമും അടിച്ച് തുടക്കണം. ആദ്യം തന്നെ അടുക്കള അടിച്ച് തുടക്കാമെന്ന് വിചാരിക്കുവാണ്. എലിയുടെ ശല്യമില്ല കേട്ടോ, എലി അകത്ത് കയറാറില്ല, അതുകൊണ്ട് എലിയുടെ ശല്യമില്ല. പുറത്ത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പില്ലേ, അവിടെയൊക്കെ എലി മൊത്തം വൃത്തികേടാക്കിയിട്ടേക്കണം. അതൊന്നും ക്ലീൻ ചെയ്യാനുള്ള സമയമില്ല കേട്ടോ. കാരണം ഞാൻ അഖിലിനെ ഹോസ്പിറ്റലിൽ നിർത്തിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അഖിലും മോൾ അവിടെ ഉണ്ട്. ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും തിരിച്ചങ്ങോട്ട് പോകണം. ഞാൻ പോയാൽ അഖിലിന് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അടുക്കളയൊക്കെ അടിച്ച് തുടച്ചതിന് ശേഷം പാത്രങ്ങൾ തേക്കാനുണ്ടായിരുന്നു, അതെല്ലാം തേച്ച് കഴുകി കമത്തി വെള്ളം പോകാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കട്ടൻ കാപ്പി വെക്കണം കേട്ടോ. കട്ടൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചു, പഞ്ചസാര ഇട്ടു, കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട്. കാപ്പിപ്പൊടി തീർന്നു, ഇനി അത് വാങ്ങണം. പിന്നെ കുഞ്ഞിനുള്ള കുറുക്ക് ഉണ്ടാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഉച്ചവരെയുള്ളത് മതി, അപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കുറുക്കുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അരി അടുപ്പത്തിടണം. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിലെ ഫുഡും അതുപോലെ പൊതിച്ചോറൊക്കെ കഴിച്ച് വായയുടെ ടേസ്റ്റ് മൊത്തം പോയിരിക്കുവാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ പൊതിച്ചോറിൽ ഒരുപാട് കറികളുണ്ടാകും, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയുടെ ഇതെന്താണെങ്കിലും കിട്ടില്ലല്ലോ. ഒരുപാട് കറികളുണ്ടാവും കേട്ടോ പൊതിച്ചോറിൽ. അപ്പോൾ മുട്ടച്ചാള കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഇത്തിരി കറി ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിൽ അരി കഴുകിയിടുന്നുണ്ട്. അരി ഇട്ടതിന് ശേഷം കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ അന്നന്ന് മാറുന്ന അന്ന് തന്നെ കഴുകിയിടാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന അന്ന് മാറിയിട്ട തുണിയൊക്കെ അവിടെ കിടക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം അലക്കിയെടുക്കണം. നമുക്കിവിടെ ഇപ്പോൾ കുറച്ച് ദിവസം മോട്ടർ അടിക്കാണ്ടിരുന്നപ്പോൾ ബോർവെല്ലിൽ വെള്ളം വരുന്നില്ല കേട്ടോ, പൈപ്പ് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയി തുണി അലക്കാൻ പോവുകയാണ്. കുഞ്ഞാവ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ വേഗം ധൃതിക്ക് അലക്കിയെടുക്കുവാണ് കേട്ടോ. അലക്കിയെടുത്തതിന് ശേഷം എന്താണെങ്കിലും മിഷ്യത്തിലിട്ടൊന്ന് ഡ്രയറിലിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഫാനിൻ്റെ അകത്ത് റൂമിലിട്ടിട്ടും പോകാമെന്ന് വിചാരിക്കുവാണ്. അങ്ങനെ തുണി അലക്കി കഴിഞ്ഞ് കൊണ്ടുവന്ന് മിഷ്യത്തിലിടാൻ പോവാണ് കേട്ടോ. തുണി മിഷ്യത്തിലിട്ട് ഡ്രയർ ഓണാക്കാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ മൊത്തം കിളി പോയി. എന്താണെന്നറിയോ, കുറേ ദിവസം മെഷീൻ ഉപയോഗിക്കാണ്ടിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അതും പോയി. ഇനിയിപ്പോൾ അത് നന്നാക്കണം. എന്താണെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് വരാൻ പറ്റുള്ളൂ. അപ്പോൾ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മിഷ്യത്തിലിട്ട തുണി മൊത്തം
വാരി ബക്കറ്റിലോട്ട് ഇട്ടു. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞാവ് എണീറ്റു കേട്ടോ. കുഞ്ഞാവ് എഴുന്നേറ്റ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തുണി പുറത്ത് കൊണ്ട് വെച്ച്. അപ്പോഴേക്കും കുഞ്ഞാവ് എഴുന്നേറ്റ് വന്നു കേട്ടോ. പിന്നെ കുഞ്ഞാവേനെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കുവാണ്. കുറച്ച് നേരം എടുത്ത് അവളൊന്ന് നടക്കണം കേട്ടോ. പിന്നെ അവൾ നിന്ന് കളിച്ചോളും. അപ്പോൾ എൻ്റെ തക്കാളി തൈയിൽ 2 കുഞ്ഞ് തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കുഞ്ഞാവനെ കാണിച്ചു കൊടുക്കുവാണ്. പിന്നെ നമ്മുടെ റോസയും ഒക്കെ നല്ലോണം മഴയായി കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് തക്കാളിയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടുണ്ടായതാണ് കേട്ടോ. തക്കാളി തൈ മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട്, എന്നാലും തക്കാളി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ തുണിയൊക്കെ വിരിച്ചിടുവാണ്. അപ്പോൾ കുഞ്ഞാവൻ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പീലിമോൾ അവിടെയാണ് കേട്ടോ. പീലിമോളെ കൊണ്ടുവന്നില്ല. 2 പേരെയും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിടുന്നുണ്ട്. മൊത്തം മാറാലയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ അടിച്ച് കളഞ്ഞ് ഉണ്ടാകും. നല്ല ഇങ്ങനെ ഉറുമ്പ് മണ്ണെടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ മുറി അടിക്കലും അപ്പോൾ എല്ലായിടും ഒന്ന് തുടക്കുകയും ചെയ്യണം കേട്ടോ. ഞാൻ അടിച്ച് കഴിഞ്ഞു. പിന്നെ ഒന്ന് തുടച്ചും കൂടി ഇടുന്നുണ്ട്. റൂം അടിച്ച് ഫ്രണ്ടിൽ നമ്മുടെ കോലായല്ലേ, അത് സാധാരണ ഞാൻ കഴുകാറാണ്. പക്ഷെ ഇന്ന് വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ തുടച്ചിടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമാണ്. ഒരു സ്ഥലത്തും സൗണ്ട് ഇല്ലാത്ത ഒരു ഇടവില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നിടത്ത് വന്ന് അപ്പോൾ അവിടെ തുണി അലക്കുന്ന സൗണ്ട് ഉണ്ട്. പിന്നെ ചീവീടുകൾ കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ വിരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ അരി ഇവിടെ വെന്തിട്ടുണ്ട്. അങ്ങനെ ചോറ് വാർത്തു കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞാവനെ എടുക്കാൻ പറഞ്ഞു. കുഞ്ഞാവ് കാര്യം കേട്ടോ. കുഞ്ഞാവനെ പല്ലേപ്പിച്ചിട്ട് കേട്ടോ. ഞങ്ങളിത് കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനത്തെ കുഞ്ഞാവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിയിച്ച് കുറുക്ക് കൊടുത്ത് അവിടെ കട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഫ്രണ്ടിൽ ഹോളിൽ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ അത് കുറച്ച് തുണി മടക്കാനിട്ടുണ്ട്. അന്ന് ഇട്ടിട്ടും പോയതാണ് കേട്ടോ. അലക്കി വിരിച്ചിട്ടത് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അങ്ങനെ അതെല്ലാം മടക്കി ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും കുളിക്കാൻ പോയി കേട്ടോ. കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങളിത് ഒന്ന് മാർക്കറ്റ് വരെയും പോവുകയാണ്. മീൻ മേടിക്കാൻ പോവുകയാണ് കേട്ടോ. ചാള കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് കുറച്ച് വിനാഗിരി ഇട്ട് കറി വെച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. വിനാഗിരി വിനാഗിരി ഒഴിച്ച് പറ്റിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ദിവസം നിൽക്കും കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞാവും കൊണ്ട് പോവുകയാണ്. മീൻ മേടിക്കാൻ പോവാണ്. ബസ്സിനാണ് പോയത്. അടുത്ത സ്റ്റോപ്പ് വരെയും പോകണം. അങ്ങനെ മാർക്കറ്റിൽ പോയി ചാളയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ചാള കിലോ 260 രൂപയാണ് കേട്ടോ. 1 കിലോ വാങ്ങിച്ചു ഞാൻ. എല്ലാം നല്ല മുട്ടച്ചാളയാണ് കേട്ടോ. വലിയ ചാളയാണ്. അപ്പോൾ ഞാനത് വേഗം വെട്ടിത്തേച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാവിടെ ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് വന്ന് നിൽക്കുവാണ്. അങ്ങനത്തെ ചാളയൊക്കെ വെട്ടി അതിൻ്റെ മുട്ട വേറെ എടുത്തു. ഈ ചാളയുടെ മുട്ട എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുമല്ലേ. അപ്പോൾ അവളും ഈ ക്യാൻറ്റീൻ ഫുഡും ഒക്കെ കഴിച്ച് ആകെ വശകേടായിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ചാളയുടെ മുട്ട വറുത്തുകൊണ്ട് കൊടുക്കാം. പിന്നെ ചാള കുറച്ച് വിനാഗിരി ഇട്ട് അച്ചാറ് പോലെ, അച്ചാറല്ല അതെ, പള്ളുരുത്തിക്കാരുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. പള്ളുരുത്തിയിൽ എൻ്റെ നാത്തൂൻ ചേട്ടൻ്റെ ചേച്ചി അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചാള വിനാഗിരി ഒഴിച്ച് പറ്റിച്ച് വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം കേടാവാതെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പൊതിച്ചോറൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമല്ലോ.
അങ്ങനെ ചാളയെല്ലാം വെട്ടി കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാളത്തിലെല്ലാം തിന്നാനായിട്ട് പൂച്ച വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴുകിയെടുത്ത് വന്ന് വരഞ്ഞും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാള വെട്ടലും കഴുകലും എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ മുട്ടയും കൂടി നല്ലോണം കഴുകി ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട എല്ലാത്തിലും എല്ലാ ചാളയിലും മുട്ട ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ദേ കറി അതിൽ നിന്ന് കുറച്ച് ചാളെടുത്ത് മാങ്ങ ഇട്ട് കറി വെക്കാൻ പോവാണ്. നല്ല എരിവിൽ കറി വെക്കാൻ പോവാണ് കേട്ടോ. മാങ്ങ വേണോ? മാങ്ങ ചെത്തുന്ന കണ്ടപ്പോൾ തന്നെ അത് കുഞ്ഞാവ് വന്നിട്ടോ. അവൾക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പീലിമോക്കും അത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മുളകും തൈയിൽ മുളകുണ്ടായത് പഴുത്തൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ മുളക് 3-4 കേട്ടോ, അത് പറിച്ചെടുത്തു. പിന്നെ അതേ നമ്മുടെ തക്കാളി ഇല്ലേ, കുഞ്ഞ് തക്കാളിയാണ്, ആദ്യമായിട്ട് ഉണ്ടായതല്ലേ. അപ്പോൾ അതിന് ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റോസയിൽ കണ്ടോ, റോസ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കറി വെക്കാൻ നോക്കിയപ്പോൾ ഇത് മുളക് പൊടി ഇല്ല. പിന്നെ നമ്മുടെ കർക്കിടക മാസം തുടങ്ങുമല്ലോ. അപ്പോൾ മുളക് പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രമൊക്കെ കഴുകണമെന്നാണ്. ഒന്നും സമയമില്ല. അപ്പോൾ ഞാൻ മുളക് പൊടി എന്തായാലും തീർന്നിരിക്കുന്നതുകൊണ്ട് വേറെ കുപ്പിയിലേക്ക് എടുത്തിട്ടോ മുളക് പൊടി. അങ്ങനെ മാങ്ങയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും മുളക് പൊടിയും ഉപ്പും ആ പാകത്തിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച് കറി അടുപ്പത്താക്കി കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ള ചാളയില്ലേ, അതൊന്ന് ആദ്യം തന്നെ വറുത്തെടുക്കണം. അതിനായിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ചേർത്തൊന്ന് പുരട്ടി അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കറിയിൽ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. വറുക്കാനായിട്ട് എടുത്തപ്പോഴാണ് കേട്ടോ ആ കാര്യം ഓർത്ത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാള മുട്ടയും കൂടി വറുക്കാനായിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി അതും പുരട്ടി വെച്ച് കേട്ടോ. അപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനോർത്ത് കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി വന്നപ്പോൾ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനും കുഞ്ഞാവയും കൊണ്ട് കഴിച്ചിട്ടോ. പിന്നെ ഞാനും കുഞ്ഞാവയും കൂടി കുറച്ച് ചോറ് കഴിക്കാൻ പോവാണ്. കറി ആയപ്പോഴേക്കും അത് മാറ്റി വെച്ചതിന് ശേഷം ചാള എല്ലാം വറുക്കാനായിട്ട് വെച്ചു കേട്ടോ. നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അങ്ങനെ ചാള വറുക്കാനിട്ടതിന് ശേഷം ഞാൻ ചോറെടുത്ത് ഞാനും കുഞ്ഞാവയും കൂടി കഴിക്കുവാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചാളയില്ലേ, അത് വിനാഗിരി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് ചുവന്നുള്ളിയും എല്ലാം കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇടികല്ലിൽ വെച്ച് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കൊച്ചുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ചാളയിൽ ഉപ്പുണ്ടെങ്കിലും ഇതിന് വേണ്ട ഈ ഉള്ളിക്കൊക്കെ വേണ്ട ഉപ്പിടണമല്ലോ, അതുകൊണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, കുഞ്ഞു തക്കാളി, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചാള ഇട്ട് കൊടുത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ച് നമ്മുടെ ചാള വിനാഗിരി പറ്റിച്ചത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാള മുട്ടയും വറുത്ത് പാത്രത്തിലാക്കി എല്ലാം നേരെ കൊണ്ടുപോകാനുള്ള പാത്രത്തിലേക്ക് ആക്കി എടുക്കുവാണ്. എല്ലാം ഒന്ന് അടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൊണ്ടുപോകാനുള്ള ചോറും എടുത്ത് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചോറും പാത്രത്തിലേക്ക് ആക്കി കൊണ്ടുപോകാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി കമത്തി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റൗവും കൗണ്ടർ ടോപ്പ് ഒന്നും കൂടി ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. ഇനി വരുമ്പോൾ ഏതവസ്ഥയായിരിക്കും എന്നറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുവാവേനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ലോഗ്. ബൈ.